ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ അറിയാം, അനുഭവിക്കാം എന്ന യൂട്യൂബ് പഠന പരമ്പരയുടെ 12ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അനാഫറയുടെ തുടർച്ചയായ 4ാം പ്രണാമ ജപവൃത്തമാണിത്. 4ാം പ്രണാമ ജപവൃത്തം കാർമ്മികന്റെ മധ്യസ്ഥ പ്രാർത്ഥനയോടെ 4ാം പ്രണാമ ജപവൃത്തം ആരംഭിക്കുന്നു. കൈ വിരിച്ചു പിടിച്ചുകൊണ്ട് കാർമ്മികൻ സഭാ അധികാരികൾക്കും ഭൗതിക അധികാരികൾക്കും ജീവിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കുന്നു. കാർമ്മികൻ കൈകൾ വിരിച്ചു പിടിച്ചിരിക്കുന്നത് കുരിശിലെ ബലിയിലൂടെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥനായി തീർന്ന ഈശോയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കത്തോലിക്കാ സഭയുടെ ഹയരാർക്കിയുടെ ക്രമമനുസരിച്ച് മാർപ്പാപ്പ, മേജർ ആർച്ച് ബിഷപ്പ്, അതിരൂപത അധ്യക്ഷൻ, രൂപത അധ്യക്ഷൻ എന്നിവരെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കൂടാതെ കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മറ്റ് രൂപത അതിർത്തികളിൽ കുർബാനയർപ്പിക്കുമ്പോൾ അവിടുത്തെ മെത്രാനെ അനുസ്മരിക്കുക എന്നത് സഭാ ദൈവശാസ്ത്രമനുസരിച്ച് ആവശ്യമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവർക്കും നമ്മുടെ അയൽക്കാർക്കും നാട്ടുകാർക്കും രാജ്യത്തിനും ലോക സമാധാനത്തിനുമുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കാർമ്മികന്റെ പ്രാർത്ഥനാ യാചനയെ തുടർന്നു വരുന്ന 4ാം പ്രണാമ ജപത്തിൽ ദൈവം സഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധീകരണ കർമ്മത്തിന് നന്ദി പറയുന്നു. നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഠാനുഭവ മരണോത്ഥാനങ്ങളെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പുരോഹിതൻ ചൊല്ലുന്ന ഈ പ്രാർത്ഥനകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും നമ്മുടെ മനസ്സിൽ ഏറ്റുചൊല്ലുകയും ചെയ്യാം. തുടർന്ന് ശുശ്രൂഷ ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു: റൂഹാ ക്ഷണ പ്രാർത്ഥന. പഴയ നിയമത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന ബലിവസ്തുവിൻ്റെ മേൽ യഹൂദ പുരോഹിതൻ കൈവച്ചു പ്രാർത്ഥിക്കുന്നതുപോലെ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവീശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ മേൽ കാർമ്മികൻ കൈകൾ ഉയർത്തി ഇടത് കൈ അടിയിലും വലത്ത് കൈ മുകളിലുമായി കുരിശാകൃതിയിൽ കമഴ്ത്തി പിടിച്ചുകൊണ്ടാണ് റൂഹാക്ഷണ പ്രാർത്ഥന ചൊല്ലുന്നത്. ദൈവജനം ശിരസ്സു നമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്കിപ്പോൾ ശ്രവിക്കാം. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവ് ദിവ്യരഹസ്യങ്ങളുടെ മേലും ദൈവജനത്തിൻ്റെ മേലും വരുമെന്നത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ പല വിചാരമില്ലാതെ പരിശുദ്ധാത്മാവ് വരുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. ഈ സമയത്ത് ആദരവോടുകൂടി ശിരസ്സു നമിച്ച് പരിശുദ്ധാത്മാവെ നിന്റെ ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഫലം തരാതെ പോവുകയില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ കുർബാനയിലും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അപ്പവും വീഞ്ഞും ഉത്ഥാനാനന്തരമുള്ള മിശിഹായുടെ ശരീരം പോലെ ആവുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ബലിവസ്തുക്കളും പ്രാർത്ഥനാ നിമഗ്നരായിരിക്കുന്ന ആരാധനാ സമൂഹവും ഒരുപോലെ പവിത്രീകരിക്കപ്പെടുന്നു. അപ്പോൾ വിശ്വാസ തീക്ഷ്ണതയുള്ള വ്യക്തിക്ക് ആന്തരിക സൗഖ്യവും വിടുതലും വരദാന ജ്വലനവും രോഗശാന്തിയും ലഭ്യമാകുന്നു. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആവസിച്ച് ആശീർവദിച്ച ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അത് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുമുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ എന്നു പ്രാർത്ഥിക്കുന്നു. കാർമ്മികന്റെ പ്രാർത്ഥന തുടരുന്നു: കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. കാർമ്മികൻ ബലിപീഠം ചുംബിക്കുന്നു. തുടർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദിവ്യരഹസ്യങ്ങളിന്മേൽ ഈ സമയത്ത് റൂഷ്മ ചെയ്യുന്നു. ഈ പ്രാർത്ഥന ഗാനരൂപത്തിലാണെങ്കിൽ ഇപ്രകാരം ആലപിക്കുന്നു. കാർമികൻ, അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു. ദിവ്യരഹസ്യങ്ങളിന്മേൽ റൂഷ്മ ചെയ്യുന്നു, ഇപ്പോഴും എന്നേക്കും. അപ്പോൾ സമൂഹം ഒന്നാകെ ആമേൻ എന്ന് പ്രത്യുത്തരിക്കുന്നു. അല്ലെങ്കിൽ കാർമികൻ, പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. അപ്പോൾ സമൂഹം ഒന്ന് ചേർന്ന് ആമേൻ എന്ന് പ്രത്യുത്തരിക്കുന്നു. ഇതോടെ പ്രണാമ ജപവൃത്തവും ഒപ്പം അനാഫറയും അവസാനിക്കുന്നു. 13-ാം എപ്പിസോഡ് അടുത്ത ദിവസം കാണാം. ആമേൻ.